ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കിയെടുത്തതാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനുമൊക്കെ നല്ല രുചിയുള്ള ഒരു കോളിഫ്ലവറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോളിഫ്ലവർ മസാല ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കോളിഫ്ലവർ മസാല ഉണ്ടാക്കുന്നതിന് ഞാൻ 200 ഗ്രാം കോളിഫ്ലവർ ഒരു 15 മിനിറ്റ് വിനാഗിരിയും മഞ്ഞൾ പൊടിയും വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അതിലെ പുഴുക്കളൊക്കെ പോകാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഞാൻ 2 പ്രാവശ്യം കഴുകി എടുത്തു വച്ചിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് വെന്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ കോളിഫ്ലവർ വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കിനി അതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. മുളക് പൊടിയുടെ എല്ലാ പച്ചമണമൊന്നും മാറിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോ എൻ്റെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ലേക്ക വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെന്തെടുക്കാം. ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്താൽ മതി. നമ്മൾ കോളിഫ്ലവറിലൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി വെള്ളമെല്ലാം വറ്റി ടൊമാറ്റോ നല്ലപോലെ വേകുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ മസാല വെന്തോന്ന് നോക്കാം. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ വെന്തതും കൂടെ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിലെല്ലാം അരപ്പ് ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ അടച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. മസാലയെല്ലാം നല്ല കോളിഫ്ലവറിൽ പിടിച്ച് നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കോളിഫ്ലവർ മസാലക്കറി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്.
കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.